എല്ലാവർക്കും നമസ്കാരം. ഞാൻ രോഹിണി. ഞാനിത് ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ്. ഇത് ചുരിദാർ കട്ട് നൈറ്റിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. ഒരു 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു നൈറ്റിയാണിത്. അതെങ്ങനെയാണ് നല്ല ചെറിയ പ്രിൻ്റുള്ള നല്ലൊരു നൈറ്റി ക്ലോത്താണ്. നല്ലൊരു ഫാബ്രിക്കാണിത്. 155 ഇഞ്ച് ലെങ്താണ് ഞാൻ ഇട്ടിട്ടുള്ളത്. തയ്ച്ചു വരുമ്പോൾ അത്രയും ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ചെസ്റ്റ് 40 ഇഞ്ചിൻ്റെതാണ്. ആ മാതിരിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും വരച്ചത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇത് പാർട്ട് 1 ആണ്. തുടർന്ന് ഇനി ഞാൻ നല്ല നല്ല വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. ഫുൾ ലെങ്ത് 155 സെൻറ്റിമീറ്ററാണ്. 155 സെൻറ്റിമീറ്റർ ഫുൾ ലെങ്ത് എടുത്തു. അതങ്ങനെ മാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്യുന്നത് നെക്ക് വിഡ്ത്ത് എടുക്കുകയാണ്. അത് 2.25 ഇഞ്ചാണ്. താഴോട്ട് ബാക്ക് നെക്ക് വന്നിട്ട് 3.25 ഇഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ. 3.25 ഇഞ്ച്. അത് നമുക്കൊന്ന് ബോക്സ് ആക്കിയിട്ട്, എല്ലാവരും പറയും പോലെ ബോക്സ് ആക്കിയിട്ട് ഒരു യു നെക്ക് പോലെ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ വിഡ്ത്ത് എടുക്കുകയാണ്. ഷോൾഡർ അതൊരു 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഷോൾഡർ 7.5 ഇഞ്ച്. അവിടുന്ന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഞാനൊരു 8 ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൂസ് ചെസ്റ്റ് എടുക്കുകയാണ് ഞാൻ. ഒരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കുറച്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ടിട്ടാണ് എടുക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ മാർക്ക് ചെയ്യുകയാണ്. 8ൻ്റെ പകുതി 4 എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പ് ലെങ്താണ് എടുക്കുന്നത്. 14 ഇഞ്ചാണ് ഞാൻ ഷേപ്പ് ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ 13 എടുത്തതിൽ നിന്ന് ഒരു 12 ഇഞ്ച്, 1 ഇഞ്ച് കുറച്ചാണ് അവിടെ എടുക്കുന്നത് ഷേപ്പിന് വേണ്ടിയിട്ട്. ഞാൻ നല്ലതുപോലെ തയ്യൽ തുമ്പിട്ടാണ് എടുക്കുന്നത്. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. പിന്നെ നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് അത് 14 ഇഞ്ച് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. ഇത്രയും മനസ്സിലായല്ലോ. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. ഇതെപ്പോഴും ചെയ്യുന്നതാണ്. ഇത് കോമൺ ആയിട്ടുള്ളതാണ്. ചുരിദാർ കട്ട് നൈറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ 8 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. ഒരു 9 ഇഞ്ച് കൊടുക്കുകയാണ് അടിവശത്ത് ലൂസിന് വേണ്ടിയിട്ട്. അത്രയും വേണ്ട. തയ്യൽ തുമ്പടക്കം ഞാൻ അങ്ങനെ ഇട്ടാണ് കൊടുക്കുന്നത്. 10 ഇഞ്ച് ലൂസ് എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കാറുള്ളത്. പണ്ട് മുതലേ അതിൻ്റെ ഒരു ശീലമായി മാറിയതാണ്. ഓക്കെ. അപ്പോൾ സ്ലീവും വരച്ചു, ആം ഹോൾ വരച്ചു, ഷേപ്പ് എടുത്തു. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഫ്രണ്ടും ബാക്കും എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കാണ് നമ്മൾ നേരത്തെ വരച്ചു വെച്ചത്. ഇനി അതിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് നെക്കിന് എടുക്കുന്നത് 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതും ഒരു ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. സാധാരണ പോലെ നമ്മൾ ചെയ്യാറുള്ള, എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും ഇതറിയാവുന്നതുമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ലേ ചുരിദാർ കട്ടെന്ന് പറയുന്നത്. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇത്രയും ചെയ്തു. കോമൺ ആണല്ലോ. ഇനി നമ്മളിത് ഫ്രണ്ടും ബാക്കും എല്ലാം ഇതിൽ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ വരച്ചു. ഇനി അത് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഫ്രണ്ട് നെക്കിന് 6 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്.
എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാധാരണയായിട്ട് ഒരു ചുരിദാർ കട്ട് നൈറ്റിക്ക് എല്ലാവരും ചെയ്യുന്നത്. കോമൺ ആണിത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത പാർട്ടിനിൽ കാണാം.